ഹലോ ഗൈസ്, അപ്പൊ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എന്ന് പറയുന്നത് അങ്ങനെ കാണണം എന്ന് ഞാൻ എല്ലാവരോടൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടാൽ മതി, ഇല്ലാത്തൊരു എന്താണ് എടുത്ത് തട്ടിക്കളയാം. എന്നിട്ട് അടുത്ത വീഡിയോസ് കണ്ടു അത് പറയുന്നത് ഞാൻ ഇങ്ങനെ യൂട്യൂബ് എടുത്തപ്പോൾ കുറേ അതിനകത്ത് മറ്റേ ഹോസ്റ്റൽസിൽ പ്രേരണത്തിനെ കണ്ടു, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പം ഞാൻ കരുതി എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായില്ല, അപ്പം എന്തായാലും എനിക്കൊരു വീഡിയോ ഇടണം എന്ന് എഴുതിയിട്ട് ഞാൻ കരുതി. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയണത്, എനിക്കുണ്ടായി ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കി പറയോ അതുപോലെ തന്നെ നുണക്കഥകൾ കയറ്റി പറയേണ്ട എനിക്കൊരു ആവശ്യമില്ല. എനിക്ക് ഈ ഒരു നൂറ്റാണ്ടിൽ ആരും അങ്ങനത്തെ കാര്യങ്ങൾ വിശ്വസിക്കാനൊന്നും പോണില്ല എന്നൊക്കെ എനിക്കറിയാം. ഞാനും ഒരു കാറ്റഗറി ചെയ്യുന്നു. പക്ഷെ ചില അനുഭവങ്ങൾ നമ്മളെ മാറ്റുമെന്നൊക്കെ പറയുന്നില്ല, അതേമാതിരി മാറ്റിയിട്ടുണ്ട്. സോ എന്നാലും ഞാനൊരു 50% അതിനെ വിശ്വസിക്കേണ്ട, 50% അത്രയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈ ഒരു സംഭവം എനിക്ക് ഇവിടെ എറണാകുളത്ത് വന്നിട്ട് തന്നെ സംഭവിച്ചത്. എനിക്ക് എറണാകുളത്ത് വന്നിട്ടോ കിട്ടിക്കണല്ല, അല്ലാതെ വേറെ അല്ലേ. നമ്മൾ റീലിനകത്തൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ ബഡ്ജറ്റ് കുറവിന് കാക്കനാട് വീട് കിട്ടണു, അപ്പം അവിടെ എന്താണ് പ്രേതശല്യം, അതുകൊണ്ടാണ് കൊടുത്തതെന്നൊക്കെ. അപ്പോൾ സോ എനിക്ക് കാക്കനാടൊന്നല്ല, എനിക്കിവിടെ കലൂർ തന്നെ തോന്നുന്നു. ഒരു 2022 മെയ് തോന്നുന്നു, മെയ്യിനകത്താണ് ഞാനിവിടെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഓൺലൈൻ നോക്കിയിട്ട് ഗൂഗിളിൽ നോക്കിയിട്ട് എനിക്ക് കിട്ടിയൊരു ഹോസ്റ്റലാണ്. അപ്പോൾ ആ ഹോസ്റ്റൽ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ആ ഹോസ്റ്റൽ കാണുമ്പോൾ ഇത് എന്താണ് വലിയൊരു, എന്താ പറയുക, ഒരു വായുസഞ്ചാരം ഇല്ലാത്തൊരു വലിയൊരു കെട്ടിടമാണെന്ന് തോന്നും, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അത് എത്രയും 4 നില, അങ്ങനെ എന്തോ ഒരു 4 നിലയിലൊരു കെട്ടിടമായിരുന്നു. അപ്പം അവിടെ എന്ന് പറയുന്നത് 8:45 വരെയുള്ള ടൈമില്ലത്. സോ ഞാൻ തന്നെ കണ്ടെത്തി. അപ്പം ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ 5 പേരായിട്ടാണ് എറണാകുളം വന്നത്. ഫസ്റ്റ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് വന്നത്. എന്നിട്ട് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നേരെ അഡ്മിഷൻ എടുത്തിട്ട് നേരെ ഞങ്ങൾ കൊണ്ടുവരണം ഇങ്ങോട്ടാ. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷന് ഞങ്ങൾക്ക് ഈ ഹോസ്റ്റലാണ് റെക്കമെൻഡ് ചെയ്ത് തന്നതും. സോ ഞാൻ നോക്കിയതും എനിക്ക് കിട്ടിയതും സെയിം ഹോസ്റ്റലായതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വന്നില്ല. ഞാനങ്ങനെ ഹോസ്റ്റലിൽ വന്നപ്പോൾ ആദ്യം എനിക്ക് ഇങ്ങനെ ഒരു ഇടുങ്ങിയൊരു ഉള്ളിൽ കയറി പോകുമ്പോൾ ഒരു വെളിച്ചമോ ഇതും ഇല്ലാത്തൊരു എന്താ പറയാ, ഒരു 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 സ്ഥലം. അത് എങ്ങനെ ഞങ്ങൾക്ക് വിവരിച്ച് തരാന്ന് എനിക്കറിയില്ല. സോ എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൺജസ്റ്റ് ആയിട്ട് നിൽക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല. പിന്നെ നമ്മൾ എന്ന് പറയുന്നത് അത്ര ഒരു നാട്ടിൻ പുറത്തുനിന്ന് ഒരു സിറ്റി ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ ചെന്ന് ഞങ്ങൾക്ക് ഒരു 3rd ഫ്ലോറിലായിരുന്നു ഞങ്ങൾ ഹോസ്റ്റലുണ്ട്. 4th ഫ്ലോറിലായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ 3rd ഫ്ലോറിൽ ഞങ്ങൾ ഈ ഒരു സെക്ഷനിലായിരുന്നു ഞങ്ങൾക്ക് റൂം ഉണ്ടായിരുന്നത്. ആ റൂമിനകത്ത് എന്ന് പറയുന്നത് 5 പേർക്കുള്ള റൂമാണ്. സോ അതിനകത്ത് എന്ന് പറയുന്നത് മൊത്തം 6 ജനലുണ്ട്. അതായത് 2 ജനലാണ്, 2 ജനൽ, ഒരു ജനൽ 3 അങ്ങനെ. അത് ഒരു ജനൽ നമുക്ക് തുറക്കുമ്പോൾ നേരെ ഇറങ്ങുന്നത് ചെറിയൊരു ബാൽക്കണി സെറ്റപ്പാണ്. ആ ഒരു സെറ്റപ്പൊക്കെയാണ് നമ്മൾ ഇറങ്ങുന്നത്. സോ എനിക്ക് ആ ഒരു ഹോസ്റ്റലിൽ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ റൂം തോന്നിക്കണം എനിക്ക് ആ റൂമാണ്. എനിക്ക് മാത്രമല്ല, നോർമലി ആ ഹോസ്റ്റലിൽ എല്ലാവർക്കും ഇഷ്ടമായ റൂം അതാണ്. കുറച്ചും കൂടി വായുവും വെളിച്ചവും ഒക്കെ ഉള്ളൊരു സ്ഥലം റൂം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഭയങ്കര ഇടുങ്ങിയിട്ടും ഭയങ്കര ഇരുട്ട് റൂം, ഭയങ്കര കൺജസ്റ്റഡ് നമുക്ക് ഫീൽ ചെയ്യണ റൂംസുകളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഫസ്റ്റ് ടൈം ഹോസ്റ്റലിൽ വരുന്നത്. പിന്നെ അവിടെ 3 കുട്ടികൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അവർ പോയാലുള്ളൂ ബാക്കി 3 പേർക്ക് അവിടെ സെറ്റ് ആവാൻ പറ്റുള്ളൂ. സോ അതിനകത്ത് ഒരു കുട്ടി നാട്ടിലായിരുന്നു, ബാക്കി 2 കുട്ടികളും ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നമുക്ക് ടൈമിംഗ് എന്ന് പറയുമ്പോൾ 8:45 നമുക്കറിയില്ലല്ലോ. 8:45 എന്താണ് വരെയൊക്കെ നമുക്ക് അത്ര പെട്ടെന്ന് ഇഷ്ടാവും അങ്ങനത്തെ ഒന്നും അറിയില്ലല്ലോ. കാരണം പല ഹോസ്റ്റലിൽ 10 മണി, 11 മണി, 12 മണി, ചിലയിടത്ത് ടൈമിംഗ് ഇല്ല. ഇതൊന്നും നമുക്ക് ആ വന്ന ടൈമിൽ അറിയില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പോയി. ഫസ്റ്റൊക്കെ ആ റൂമിൽ പോയി കിടക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് പിന്നെ അവരും വന്നു. അപ്പം ഞങ്ങൾ 2 കട്ടിലിട്ടിട്ട് ഞങ്ങൾ 5 പേര് ഒരുമിച്ചാണ് കിടന്നത്. കാരണം മറ്റു കുട്ടികൾ പോയാൽ മാത്രമേ ഇവർക്ക് 3 പേർക്കും അവരവരുടെ കട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇടുങ്ങിയിട്ട് കിടന്നത്. പിന്നെ ഒരു കുട്ടിയെന്ന് വെക്കേറ്റ് ചെയ്ത് പോയപ്പോൾ 3 കട്ടിലായി. പിന്നെ ഞങ്ങൾ ആ 3 കട്ടിലുമേണ് കിടന്നത്. അതിനുശേഷം ഇത് കുറേ ഒരു 3 മന്ത്സൊക്കെ പോയി. നമുക്ക് അവിടെ ഒരു ഇതുണ്ട്. കാരണം നമ്മൾ എന്താണ് മേലെ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 8-8:45 താഴെ ക്ലോസ് ചെയ്യും. താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും താഴത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അവരവരുടെ റൂമിലിരിക്കുക, താഴത്തേക്ക് പോകരുത്, അങ്ങനെ റൂൾസ് ഉണ്ടായിരുന്നു. നമുക്കത് അറിയത്തില്ലല്ലോ, നമ്മൾ വന്ന ടൈം ആയതുകൊണ്ട്. സോ നമ്മൾ എന്താ അതേമാതിരി ഹോസ്റ്റലിൽ ചെന്നിട്ട് പിന്നെ നമുക്ക് റൂമൊക്കെ കിട്ടി. ഞങ്ങൾ 5 പേര് സെറ്റായി. എന്നിട്ട് ഞങ്ങൾ 5 പേര് സെറ്റായിട്ട് എന്നിട്ട് ഞങ്ങൾ
ഒരു ദിവസം ഒരു രാത്രി ഒരു മണിക്കാണ് ഞങ്ങൾ ഹൊറർ മൂവി കാണാൻ തന്നു. അത് ഏതായിരുന്നു, കോൺസറിങ് തോന്നുന്നു. ആ ഒരു മൂവിയെ തോന്നുന്നു, അതൊരെണ്ണം, അതായത് ഏതോ ഒരെണ്ണമാണ് ഞങ്ങൾ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇട്ടു. ഇത് ഞങ്ങൾ ആ മൂവി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾ ഭയങ്കര പേടിയുണ്ട്. സോ അപ്പം ഞങ്ങൾ ആ മൂവിനകത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു ഒരു ടൂണ് വരുന്നുണ്ട്. ഇങ്ങനെ എന്തൊരു ടൂണ്. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ, ഞങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഞാനാണോ അതെൻ്റെ ഫ്രണ്ട് അറിയില്ല ഫസ്റ്റ് പറയണത്, എടി ഈ ടൂണ് രണ്ടായിട്ട് കേൾക്കണില്ലേന്ന് ചോദിച്ചു. അതായത് ഇപ്പോൾ ഈ ഫോണിനകത്ത് ആ ടൂണ് കേൾക്കുന്നുണ്ട്, നമുക്കത് ബാക്ക് നമ്മളെ റൂമിൻ്റെ പുറത്തുനിന്ന് അതേ ടൂണ് കേൾക്കണമായിരുന്നു നമുക്ക് ഫീൽ ചെയ്തു. അപ്പം ഞങ്ങൾ ആദ്യം ഇത് ഞങ്ങളെ പേടിയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്താന്ന്. എന്നിട്ട് ഞങ്ങൾ ഫോണൊന്ന് ഓഫാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുമ്പോൾ ആ ഒരൊച്ച ഞങ്ങൾ കേട്ടു. അപ്പോൾ പിന്നെ ആയിട്ട് ഞങ്ങൾ തന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞു അത് നമ്മളെ തോന്നലാണ്, ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ടോ. പിന്നെ എന്നാലും ഞങ്ങളെ ഉള്ളിൽ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് ആ ഒരു ദിവസം തൊട്ടിട്ടാ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി എന്നൊക്കെ നമുക്ക് പറയില്ല, ആ ഹോസ്റ്റലിൽ അങ്ങനെ ഭയങ്കര നെഗറ്റീവ് എനർജി ഒക്കെ ഫീൽ ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ അവിടെ കടന്നു. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒരു ദിവസം കടന്നുറങ്ങുമ്പോൾ ഒരു നൈറ്റ് ഒരു ടൈം ആയപ്പോൾ ആരോ ഭയങ്കര ആർക്കണ വെച്ച് കിട്ടും. ശരിക്കും ഞാൻ എൻ്റെ ചെവിയിലാ വെച്ചിട്ട്, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരും കേട്ടിരുന്നു. ഞങ്ങൾ ആ വെച്ച് കേട്ടിരുന്നത്, ഞങ്ങളൊക്കെ പുറത്തിറങ്ങി നോക്കി, അപ്പോൾ ഒരാളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് താഴത്തുനിന്ന് കേട്ടാൻ വരികയാണ്. പിന്നെ താഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി പോകാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ആ താഴത്ത് കുറച്ച് പിള്ളേരെ ഞങ്ങൾക്ക് അറിയായിരുന്നു, അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു, അങ്ങനെ വെച്ച് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പം താഴത്തെ ഫ്ലോറിൽ 2 പിള്ളേരെ ഞങ്ങൾ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അവരിങ്ങനെ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഇതൊരു കുട്ടിക്ക് വയ്യാതെ, ആ കുട്ടി തലറങ്ങി കിടപ്പോൾ വേറെ ആരും നോക്കണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങളാണ് പോയി നോക്കിയത്. എന്നാൽ ഞങ്ങളാണ് ആ കുട്ടീനെ എടുത്തുകൊണ്ടുവന്ന്. പിന്നെ അങ്ങനെയാണ് ഞങ്ങളൊരു ക്ലോസ് ആയിട്ട് ഒരു കമ്പനിയാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഞങ്ങൾ വരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതേമാതിരി ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് അതിനകത്ത് 3 പേരാണ്. അപ്പോൾ 3 പേരത്തെ ഒരാൾ നാട്ടിൽ പോയപ്പോൾ പേര് ഞാൻ മെൻഷനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ വ്യക്തി നാട്ടിൽ പോയപ്പോൾ ആ റൂമിൽ തന്നെ ഒരു കുട്ടി ഒരു രാവിലെ പുലർച്ചെ ഒരു ടൈമിൽ എന്താണ് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് എണീക്കാൻ വേണ്ടി കണ്ണു തുറന്നപ്പോൾ വാഷ്റൂമിനകത്ത് ആരോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ കിടന്നു. അപ്പോൾ പിന്നെ ആരോ ആ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ നാട്ടിൽ പോയി എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, അതേ കുട്ടി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇവള് ചോദിച്ചു, കുളിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി പോണ മാതിരിയിരുന്നു. അപ്പോൾ ഇവള് ചോദിച്ചു എങ്ങട്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ എങ്ങട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊന്നും ഒരു അക്ഷരം മിണ്ടണില്ല. അപ്പോൾ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവള് തിരിഞ്ഞു വന്നു. പിറ്റേ ദിവസം അവള് രാവിലെ എണീറ്റിട്ട് ഇതേമാതിരി രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ കാര്യം ഇവളോട് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു അവള് നാട്ടിൽ പോയിക്കാണല്ലോ, അവള് അല്ലല്ലോ. അവളൊന്നും ഇല്ല, ഞാൻ അവളെ കണ്ടു അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി തന്നെ ഞങ്ങളോട് ഈ കഥ പറഞ്ഞപ്പോൾ ഞങ്ങളോട് അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ അന്ധവിശ്വാസം, അങ്ങനെ ഇങ്ങനെ പ്രേതം പോലും അങ്ങനത്തെ മണ്ടാങ്കട്ടകളുള്ള അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു അലമാര സെറ്റപ്പ് ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ അലമാര എന്ന് പറഞ്ഞ സാധനം നമ്മളെ നേരെ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ അപ്പൊ എനിക്ക് ഓടാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ട്സിന് ഓടാൻ പറ്റില്ല, ഞങ്ങളിവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങളാണ് പേടിച്ച് പറിച്ച് ചത്തില്ല എന്നുള്ള ആ ഒരു വശത്തിലായിരിക്കണു. പിന്നെ ആ കട്ടിലങ്ങനെ നിന്നിട്ട് പിന്നെ ആ കട്ടിൽ അതേ ശരിക്കും രീതിയിൽ നിന്നു. അതെങ്ങനെ നിന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും ആ കട്ടിൽ ഇങ്ങനെ വന്നാൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അയ്യോ, അന്ന് ഞങ്ങളൊരു പേടി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മൊത്തത്തിൽ അവിടെ നെഗറ്റീവായി ഹോസ്റ്റലിൽ. രാത്രി കിടക്കാൻ പേടി. നമുക്കൊരു നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ നെഗറ്റീവായ കാര്യം. പിന്നെ ചിലപ്പോൾ നമ്മളെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും. പിന്നെ അതിനുശേഷം ഞങ്ങൾ വേറെ ഹോസ്റ്റലിൽ പോയി. ആ ഹോസ്റ്റലിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ഇച്ചിരി കൂടി നല്ലൊരു ഹോസ്റ്റൽ, ഞാൻ എറണാകുളത്ത് നിന്നതിൽ ഏറ്റവും നല്ലൊരു ഹോസ്റ്റലായിരുന്നു അത്. അതിനുശേഷം ആ ഹോസ്റ്റലിൽ നിന്ന് പിന്നെ ഞങ്ങളൊരു 6 അല്ല, ഒരു 8 മന്തോളം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഞങ്ങൾ വേറൊരു ഹോസ്റ്റലിലേക്ക് മാറി. അതായത് ഇവിടെ മാതൃഭൂമിയുടെ അവിടെ ആയിട്ടൊരു ഹോസ്റ്റലിലേക്ക് മാറി. ആ ഹോസ്റ്റൽ എന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ. പക്ഷെ അവിടെ എന്ന സാധനം കണ്ടു അത് കണ്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല.
പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഫീൽ ചെയ്യില്ലേ, നമുക്കൊരു ഭയം, ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു ഭയം, പേടിയൊക്കെ ഭയങ്കര ഫീൽ ചെയ്യണ ഒരു സിറ്റുവേഷൻ നമുക്ക് വരില്ലേ. പക്ഷേ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനെ കണ്ടിട്ടോ അങ്ങനെ ഒരു സാധനത്തിനെ കണ്ടിട്ടോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താ പറയാ, ഒരു എന്തോ ഒരു അവസ്ഥയാണ് എനിക്ക് ആ ഹോസ്റ്റലിൽ നിന്നപ്പോൾ. അവിടെ ഒരു 1 ഇയർ നിന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അവിടെ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി. വേറൊന്നുമല്ല, ഞങ്ങള് മറ്റേ ഈ വേനൽക്കാലല്ലേ, ചൂടുകാലത്ത് ഞങ്ങൾക്ക് ആകെ ഒറ്റ ഫാനുള്ള ആ ഫാൻ ഒന്നാമത് ഡബിൾ ടെക്കറും, ഞങ്ങൾക്ക് കാറ്റ് കിട്ടുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് സ്വാതിയും കൂടി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു, ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നാട്ടിൽ പോയ ടൈം. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. അതിൽ ഞങ്ങളിങ്ങനെ, ഞാൻ പറഞ്ഞ നിലത്ത് കിടക്കാണ് സ്വാതി, എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ്, കാറ്റിനെ കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ താഴെ ഫാൻ്റെ ഓടി കാണും. അപ്പൊ എന്റെ കൂടെ അവളും കിടന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നത്. അപ്പോൾ എനിക്ക് ചൂട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. എനിക്ക് ഭയങ്കര അസ്വസ്ഥത, നമുക്ക് എടുക്കൂല, അതേമാതിരി ഫീൽ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, എടി എനിക്കിവിടെ പറ്റണില്ല, ഞാൻ പുറത്ത്. അപ്പൊ അതിനൊരു ഹാള്, ഒരു സെക്ഷൻ പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഹാളിൽ പോയി കിടന്നുണ്ട്, അവിടെ ഇച്ചിരി കാറ്റ് തണുപ്പുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങള് ഞാനിട്ടോ ഞാൻ വാതിലും തുറന്നിട്ട് ഇങ്ങനെ പുറത്ത് പോയി. അപ്പൊ പുറത്തൊരു കട്ടിലുണ്ട്. അപ്പൊ ഞാൻ ആ കട്ടിലിൽ അങ്ങനെ കിടക്കാൻ പോയപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാതി ഇവിടെ നല്ല തണുപ്പുണ്ടടി, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ, അതായത് ഞങ്ങളെ ഹോസ്റ്റലിന്റെ വാതിലിത്, ഇവിടെ ഇവിടെ ഒരു പെണ്ണ്, അതായത് ഒരു പെണ്ണ്, ഞാൻ ഒരാളെ രസമല്ല അങ്ങനെ പറയല്ല, പക്ഷെ ആ കുട്ടീനെ നമുക്ക് കണ്ട പേടിയും. ആ കുട്ടി രാത്രി 2 മണി എത്ര ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് ടൈമിൽ ഇങ്ങനെ കുത്തിന്നിട്ട് എന്തോ ജപിച്ചിരുന്ന് ഇങ്ങനെ ഭസ്മൊക്കെ ഇട്ട് മുടിയൊക്കെ ഇതാ ഇങ്ങനെ കെട്ടിക്കല്ലേ, ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. ഞാൻ അതിനെ പെട്ടെന്ന് കണ്ടപ്പോ ഉണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി. എൻ്റെ അമ്മേന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓട്ടോ ഓടി. എനിക്കിപ്പോൾ റൂമിന്റെ വാതിലോലും നേരം കണ്ടില്ല. എങ്ങനെ ഞാൻ വേഗം സ്വാതിയുടെ മീത്തേക്ക് ചെടി, എനിക്ക് നല്ല ശ്വാസം പോലും കിട്ടണ്ടല്ലോ. ഭയങ്കര ഒരു സിറ്റുവേഷനായി. നമ്മൾ മനുഷ്യനെ കണ്ട് പേടിക്കാൻ പാടില്ല എന്ന് കേട്ടില്ലേ, അതേമാതിരി ഒരു അവസ്ഥയാണ് എനിക്കതിൻ്റെ അനുഭവം എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അമ്മാരി ഞാൻ പേടിച്ചിട്ട് എൻ്റെ ഹൃദയം ടക്ക് ടക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയം ഇങ്ങനെ ഇടിപ്പില്ല, അതൊക്കെ ഒരു എന്താ 100 ഇരട്ടിയിൽ ഇങ്ങനെ ഇടിച്ച് പോവുകയാണ്. അതിനുശേഷം പിന്നെ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ ഒട്ടും നമുക്കൊരു പേടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാനൊരു ഇതുണ്ടാവില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഹോസ്റ്റൽ മാറി. അവിടെ എന്ന് പറയുന്നത് അവിടെ ഭയങ്കര ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആ ഹോസ്റ്റലിൽ ഇതായി. ആ ഹോസ്റ്റലിൽ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കുക്കുണ്ട് അവിടെ. ഞങ്ങൾ ആ ഹോസ്റ്റലിൽ തന്നെ കുക്കും എന്താണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിന്ന് സംഭവം ഇടയിലുണ്ടായില്ല. രാവിലെ എണീറ്റിട്ട് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഫുഡൊന്നുമില്ല. എല്ലാതും അതായത് ഞങ്ങൾ ഈ റൂമിൻ്റെ അടുത്താണ് ആ കിച്ചൺ വരുന്നത്. കിച്ചൺ ചെന്നപ്പോൾ ഒക്കെ പകുതി വെന്തിട്ട് ഒരുമാതിരി ഇത്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്താ ഇവർ കുക്ക് ചെയ്യാതൊക്കെ പോയത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്താ സംഭവം അറിയില്ലല്ലോ. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടാ കുക്ക് മരിച്ചു എന്ന് കേൾക്കണം. പിന്നെ ഭയങ്കര ഷോക്കായി പോയി. കാരണം കുക്കിന്, അതായത് ആ ചേച്ചിക്ക് അവിടെ വെച്ചിട്ട് അറ്റാക്ക് സംഭവിച്ചിട്ട് അങ്ങനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. പിന്നെ പുള്ളിക്കാരി തട്ടിപ്പോവുകയും ചെയ്തത്. അയ്യോ, അതും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി, കുക്കിൻ്റെ പ്രേതം വരുമോ അങ്ങനെ ഭയങ്കര നെഗറ്റീവ്. പിന്നെ അവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. ഒരിക്കലും അവരെ തെറ്റല്ല, പക്ഷേ നമുക്ക് അങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടും പറ്റണ്ട ഭയങ്കര പേടി ഇതൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ഹോസ്റ്റൽ ജീവിതം എടുത്തിട്ട് ഞാൻ പിന്നെ PG ലൈഫിലേക്ക് മാറി. അതെന്ന് പറയുന്നത് കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് പോവുന്നു. അവിടെ ഒരു 8 പേര്, അതായത് ഒരു റൂമിൽ 4 പേര്, റൂമിൽ 4 പേര്, അങ്ങനെ ആയിട്ട് PG ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുമ്പോൾ ഒരു ഞാനൊരു വന്നത് 1 മന്തായി. അപ്പം ഞാൻ 2 മണിക്കും 3 മണിക്കൊക്കെ പുറത്ത് പോയാൽ എനിക്ക് ഭയങ്കര ഒരു പേടി ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഫീൽ ചെയ്യുന്നുള്ളൂ. നമുക്കൊരു പേടി കിട്ടിയാലല്ലോ അവിടെ എല്ലായിടത്തും പേടിയെന്ന്. ഇവിടെ നിന്ന് എനിക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനും പിന്നെ ഒരു ദിവസം ഞങ്ങളെല്ലാവരും അതായത് ഞങ്ങളുടെ റൂമത്തെ 4 പേര്, ഇപ്പുറത്തെ റൂമത്തെ 4 പേര്, അങ്ങനെ ഞങ്ങൾ 8 പേരും ഒരുമിച്ച് ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പണ്ട് ഓരോരുത്തർക്ക് വന്ന ഒരു നെഗറ്റീവ് അനുഭവങ്ങൾ പറയുന്ന നിർത്തി. ആ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടായത് ഇങ്ങനെ 2 മണിക്ക് വരുമ്പോൾ ആ ഹോസ്റ്റലിലേക്ക് ആ വഴിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വീടുണ്ട്. അവിടെ നിന്നുള്ള വീടൊന്നും മനുഷ്യമില്ലാത്ത വീടുകളാണ്. അപ്പം അതിലത്തെ വീട്ടിലത്തെ ഒരു വയസ്സായ ഒരു സ്ത്രീ 2 മണിക്ക് ഉണ്ട് അത്രേ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് എൻ്റെ ഫ്രണ്ട് നടന്നു തരും. അവളെങ്ങനെ നോക്കിയിരിക്കണു. അവൾക്ക് സംഭവം മനസ്സിലായെങ്കിലും ലൈക്ക് അവള് പേടിക്കാതെ വേഗം ഫോണിനകത്ത് നോക്കിയിട്ട് വേഗം ഹോസ്റ്റലിലേക്ക് എത്തി തന്നു. ഇതില്ലതാണോ അതുണ്ടാക്കി പറഞ്ഞതാണോന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞ കഥയാണ് ഞാൻ പറയുന്നത്.
അങ്ങനെ വന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ആ PGക്ക് വരുന്ന ഒരു ഇടുങ്ങിയൊരു വഴിയാണത്. ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടുങ്ങി, അവിടെ ഒന്നും ആളും മനുഷ്യനില്ല. അതാണ് സത്യം. ഭയങ്കര നമുക്ക് പേടിയാവണ ഫീലാണ്, നെഗറ്റീവാണ്, നടക്കാൻ പറ്റില്ല, ഭയങ്കര പേടി പോലെ നമുക്ക് തോന്നിയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഹോസ്റ്റലിൽ എത്തുക എന്നാണ് പറഞ്ഞത്. ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഇതുവരെ ആ ഒരു വഴി നടക്കുമ്പോൾ എനിക്കൊരു പേടി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ഇവരൊക്കെ ഇത് പറഞ്ഞിട്ട് ഇടയ്ക്ക് കാണാൻ വാതിൽ ആരോ വന്ന് കൊട്ടണു. ഒരു ദിവസം അവർ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നടക്കുമ്പോണ്ട് അത്രയും ഫ്രണ്ടത്തെ വാതിൽ പെട്ടെന്ന് ഇങ്ങനെ തുറന്നു വന്നിക്കണം. ഇത്രയും എന്നാൽ നോക്കുമ്പോൾ ആളൊന്നും കാണാനില്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതുവരെ അവിടെ പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര പേടിയായി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളൂ, ഒരാൾ എന്തെങ്കിലും പ്രയത്നം എന്തെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ നിൽക്കരുത്. പിന്നെ ആ മറ്റുള്ളവർക്കുള്ള ധൈര്യങ്ങൾ ചോർന്നു. അതോടെ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ധൈര്യം മൊത്തം ചോർന്നു. എനിക്കാണെങ്കിൽ പറ്റുന്നുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഫ്രണ്ട് ഉണ്ട്, നസ്രി എന്ന് പറഞ്ഞിട്ട്. അപ്പം അവള് പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ലക്ഷ്മിക്കും അവൾക്കും നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അവളെ വീട്ടിലേക്ക് വിളിച്ചു നോക്കി. അവളെ മൂത്തമ്മ ആരോ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ നോക്കണം ഇങ്ങനത്തെ ആളൊക്കെ ആയിരുന്നു അത്രേ. അപ്പം അത് ചോദിച്ചു. അതിങ്ങനെ എല്ലാവർക്കും തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓള് എന്നിട്ട് ഇങ്ങനെ അകത്ത് കയറി എന്നിട്ട് വായിലൊക്കെ കുറ്റിയിട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. അതായത് ഓളെ മൂത്താമ്മേ ആരോ ഒരാള് ഞാൻ നോക്കുന്ന ആളാണ്, മോലീര് പോലെ അങ്ങനെ എന്തോ ഒന്നാണ് നോക്കുന്ന ആള്. അപ്പൊ ആ പുള്ളിക്കാരി ഇവിടുത്തതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അയാളെ അതിന്റെ മനസ്സിൽ നോക്കിയപ്പോ പെണ്ണ് അവള് പറഞ്ഞ കാര്യം കേട്ടോ, ഇത് എത്രത്തോളം ഇല്ലതാണ് സത്യം എന്നൊന്നും എനിക്കറിയില്ല. അതായത് ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയപ്പോൾ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അത്രേ. അതിൻ്റെ ഒരു സാന്നിധ്യം ഈ ഒരു ഏരിയയിൽ, അതായത് ആ ഒരു ഇതിനകത്ത് ഉണ്ട് അത്ര. കാരണം അതിങ്ങനെ എറണാകുളം ഇങ്ങനെ വന്ന് പഠിക്കാൻ വന്നിട്ട് ഒരാളെ ട്രാപ്പിൽ പെട്ടിട്ട് അതിൻ്റെ കാമുകൻ ചതിച്ചു പോയി, അങ്ങനെ പ്രഗ്നൻ്റ് ആവുകയും അങ്ങനെ എന്താ സൂസൈഡ് ചെയ്ത ഏരിയ അത്ര. അത് ഇല്ലതാണോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ, ഇത് സത്യമാണെന്നോണെന്ന്. അത് കേട്ടപ്പോൾ ഇൻഷല്ലാ സത്യമായിട്ട് എനിക്ക് പേടി. അതുവരെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് നമ്മളോട് കഥ പറഞ്ഞു നമുക്ക് ഫീൽ ആവില്ലേ, പേടിയാവില്ലേ. ആ കഥയിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലും ഇപ്പോഴും ആ ഒരു അമ്മയും കുഞ്ഞും ആ ഒരു ഹോസ്റ്റൽ പരിസരത്ത് ഉണ്ട് എന്നാണ്. അതായത് ഇപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, ഇപ്പം ഞങ്ങളെ കൂടെ അത് ഉണ്ടെന്ന്. അല്ലാ, അത് കേട്ടപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ദൈവമേ, എനിക്ക് ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കാൻ തന്നെ വയ്യ. അപ്പോൾ അവള് പറഞ്ഞ ഇങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ അതിങ്ങനെ എല്ലാവർക്കും അനുഭവം ഉണ്ടാവും, വയറുവേദന ഉണ്ടാകും, അങ്ങനെ ഓരോ അസുഖം വരും. ആദ്യം നമുക്ക് വയറുവേദന വരും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വയറുവേദന ഒന്നും വന്നിട്ടില്ല. അപ്പം എല്ലാവർക്കും വയറുവേദന വന്നിട്ടുണ്ട്. എനിക്ക് വയറുവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പീരിയഡ്സിന്റെ വയറുവേദന അല്ലാതെ എനിക്ക് വേറൊരു വയറുവേദനയും വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് വന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുക, അല്ലാത്ത നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ, എന്താ ഉണ്ടാക്കി പറയണം. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, അതാണ് എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷെ ഒറ്റക്കാണെങ്കിൽ ജസ്റ്റ് നമ്മളെ പേടിപ്പിക്കും. ഒരു കുസൃതി പോലെ കാണിക്കുന്നൊക്കെ പൊതിയിലേ പോരേ ഇതൊക്കെ കേട്ടാ മതിയില്ലേ. ലൈക്ക് എനിക്ക് അന്ന് നൈറ്റ് ഭയങ്കര, അതുവരെ ഞാൻ ഭയങ്കര ധൈര്യത്തോടെ നടന്നിട്ട് എനിക്ക് ഇത് കേട്ടിട്ട് ഞാൻ ആകെ ഷോക്കായി. പിന്നെ എനിക്ക് 2 മണിക്ക് പോയിട്ട് 1 മണിക്ക് പോലും എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയാണ്. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് രാത്രി കടന്നുറങ്ങാനും. പിള്ളേരൊക്കെ നാട്ടിൽ പോയാലും ചിലപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് വരാറുണ്ട്. അന്നൊക്കെ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വാഷ്റൂമത്തെ ലൈറ്റ്, എൻ്റെ ലൈറ്റ്, ഹാളത്തെ ലൈറ്റ്, വാഷ് ബേസിത്തെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ കടന്നുറങ്ങിയിട്ടുണ്ട്. വായിലൊക്കെ കുത്തിയിടണു. എന്നാലും നമുക്ക് കടന്നുറങ്ങുമ്പോൾ നമുക്ക് ജനലിൽ ആരോ വന്ന് നോക്കും, ഇവിടെ ആരോ വന്ന് നോക്കണ്ട, ആരോ വാതിൽ മുട്ടുണ്ട്. എന്നാൽ ലൈറ്റ് അടച്ച് പുതപ്പിട്ടാലോ ഏതോ 3-4 ആൾക്കാർ നമുക്ക് കാവൽ നിന്ന് നോക്കണ മാതിരിയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടൊക്കെയാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നു കേട്ടോ. കാരണം നമുക്കിങ്ങനെ നെഗറ്റീവ് നമ്മൾ മനസ്സിൽ കിട്ടി കഴിഞ്ഞാണല്ലോ പിന്നെ നമുക്കത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും നമുക്ക് നമ്മൾ പറയാം അതൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരും, നമുക്കൊരു പേടി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര, ഒന്നാമത് എനിക്ക് ഈ സംഭവത്തിനോട് ഭയങ്കര പേടി, അത് വേറെ കാര്യം. എൻ്റെ ഇടയ്ക്കിൽ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പേടിച്ച് വെച്ച് ചത്തിട്ടുണ്ടാവും. സോ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് പിന്നെ ഭയങ്കര പേടി ചെയ്യുന്നുണ്ടോ. പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ എല്ലാവരും പോയി. പിന്നെ വേറെ പുതിയ ആൾക്കാർ വന്നു.
പുതിയ ആൾക്കാർ വന്നപ്പോ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ചേഞ്ച് വരും. പക്ഷെ എനിക്ക് ചേഞ്ച് വന്നില്ല കേട്ടോ. എനിക്ക് ചിലപ്പോഴൊക്കെ ഭയങ്കര പേടി ഫീൽ ചെയ്യുന്നു. പിന്നെ എനിക്ക് അവിടെ പിന്നെ ഞങ്ങൾക്ക് അവിടെ അവിടുന്ന് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ മാറിയത്. അല്ലാതെ ഈ ഒരു സംഭവം കൊണ്ട് അവിടുന്ന് മാറിയില്ല. അപ്പൊ ഞങ്ങൾ പുതിയൊരു പീച്ചിനകത്താണ് വന്നിക്കണേ. ഇവിടെ നിന്ന് അറിയാന് അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് നമുക്ക് പേടിക്കാനുള്ളത് ഭയങ്കര പ്രൈവസി ഏരിയ പോലെ എനിക്കിത് ഫീൽ ചെയ്തിരിക്കണം. ഇതിനകത്ത് എനിക്ക് ബാഡ് അടിക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്നൊരു അപ്പുറത്തെ ഹോസ്റ്റൽ ഇപ്പുറത്തെ ഹോസ്റ്റലുമായിട്ട് ആൾക്കാരും പോലീസൊക്കെ വന്ന അങ്ങനെ ഒരു ഇഷ്യൂ അല്ലാതെ ഇവിടെ വേറെ പ്രശ്നമല്ല. ഒരു നെഗറ്റീവ് എനർജി എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ലൈക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയുന്നത് അത് സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ പ്രേതം ഭൂതം ഭാരങ്ങൾ അതൊക്കെ ഉണ്ടോന്ന് എനിക്ക് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകും. നമ്മൾ ചിലവരില്ല എന്ന് പറയുമ്പോൾ ചിലവരുണ്ടെന്ന് പറയുന്നത് ഒന്നിനെ നമ്മൾ തള്ളി പറയണത്. പക്ഷെ നെഗറ്റീവ് ഒരു എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യം. നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടിയാൽ അത് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് എന്നുള്ളൂ. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ബാഡ് എക്സ്പീരിയൻസ് അങ്ങനത്തെയാണ്. സോ അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രേതമുണ്ട് ബാധയുണ്ട് എന്നല്ല. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ കുറേ ബാഡ് എക്സ്പീരിയൻസ് നെഗറ്റീവ് എനർജീസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലാതെ ഇതിനകത്ത് ഞാൻ വേറെ ആരും പരാമർശിച്ചിട്ട് ഞാൻ അത് കണ്ടു ഇത് കണ്ടു അങ്ങനെ നടന്നു ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്ര ഒരു 2-3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നടന്നൊരു സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായ കഥകളാണ്. ഒരിക്കലും ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കി ഒരു കഥ പോലും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കി പറയണമെന്ന് എനിക്ക് എന്തേലും ഉണ്ടാക്കി കഥ പറയായിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഉണ്ടായ നെഗറ്റീവ് എനർജി മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.